2 ദിവസത്തെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെത്തി. വിവേകാനന്ദ പാറയിലാണ് പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നത്. മാനസ മനോജ് വിവരങ്ങൾ നൽകും. അസിത, വൈകുന്നേരം 7 മണിയോടെയാണ് നരേന്ദ്രമോദി ഈ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാനായി എത്തിയത്. തലസ്ഥാനത്ത് 4:30 എത്തി. ശേഷം 5 മണിയോടെ കന്യാകുമാരിയിൽ എത്തുകയായിരുന്നു. ശേഷം അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ക്ഷേത്ര ദർശനവും നടത്തി വിവേകാനന്ദ പാറയിലേക്ക് ബോട്ട് മാർഗം എത്തുകയായിരുന്നു. ഉടൻ തന്നെ 7 മണിയോടെ ധ്യാനമിരിക്കാൻ എത്തി എന്ന് തന്നെയാണ് അറിഞ്ഞിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയപ്പോൾ തന്നെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. DMK നേതൃത്വത്തിലുള്ള സംഘടനയാണ് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണം നാളെ നടക്കാനിരിക്കെ ഇത്തരത്തിലൊരു തന്ത്രവുമായി BJP നേതാവ്, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് വലിയൊരു നീക്കം തന്നെയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ ന്യൂനപക്ഷങ്ങളെയൊക്കെയും എതിർത്തുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു. മുസ്ലിം വിരുദ്ധത ഉയർത്തിക്കാട്ടിയുള്ള പ്രസംഗം, ഒപ്പം തന്നെ ഒരു ഹിന്ദു മത വിശ്വാസം മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രസംഗം, ഇത്തരത്തിലൊക്കെയും നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെ ധ്യാനവുമായി പ്രധാനമന്ത്രി ഇപ്പോൾ കന്യാകുമാരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം എത്തിയ പ്രധാനമന്ത്രി ജൂൺ 1 വരെയാണ് തുടരുക. അതോടൊപ്പം തന്നെ ഈ 2 ദിവസം നീണ്ട ധ്യാനത്തിന് ശേഷം തിരികെ മടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇന്ന് വന്നപ്പോൾ തന്നെ ഉള്ള ഈ ഒരു പ്രതിഷേധം, DMKയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ ഒരു കുതന്ത്രം, അല്ലെങ്കിൽ ഒരു നാടകം എന്ന രീതിയെ തന്നെയാണ് പ്രതിപക്ഷമൊക്കെയും ഇതിനെ ചെറുത്തു നിൽക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലൊരു ധ്യാനം ഇരിക്കാനുള്ള ആവശ്യം നിലവിലില്ല. രാജ്യത്തിന്റെ തലവനാണ്, പ്രധാനമന്ത്രിയാണ്. എന്തിനാണ് ഇത്തരത്തിൽ ഒരു ധ്യാനവുമായി മുന്നോട്ട് പോകുന്നത്? അത് മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായും ഇത്തരത്തിൽ ഒരു ധ്യാനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതൊക്കെയും ഒരു നാടകം മാത്രമാണ് എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷം ഇതിനെ ചെറുത്തു നിൽക്കുന്നത്. മാനസ മനോജ് വിവരങ്ങൾ നൽകിയത്.